അപ്പോൾ ഇനി നമുക്ക് തിരുവാതിരയാണ് അടുത്ത് വരുന്നത് അല്ലേ. ഈ ഒരു തിരുവാതിര സമയത്ത് ഏറ്റവും അധികം പ്രാധാന്യമുള്ള ഒരു കിഴങ്ങ് വർഗ്ഗ വിളയുണ്ട്. എന്താണത്? നമ്മുടെ കയ്യിലിരിക്കുന്ന ഇതേ കൂവക്കിഴങ്ങ് അല്ലേ. മിക്ക വീടുകളിലും ഒരു നല്ല രീതിയിൽ കൃഷി ചെയ്തിരുന്ന ഒരു സംഭവമായിരുന്നു നമ്മുടെ ഈ ഒരു കൂവ എന്നുള്ളത്. പക്ഷേ വന്യമൃഗങ്ങളുടെ പന്നി പോലുള്ള ഒരു ശല്യം കാരണം ഒരുപാട് പേര് നമ്മുടെ ഈ ഒരു കൂവ കൃഷിയിൽ നിന്ന് പിന്തിരിഞ്ഞിട്ടുണ്ട് കേട്ടോ. എന്നാലും നമ്മുടെ ഈ കൂവയ്ക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. പലർക്കും അറിയില്ല എന്നുള്ളതാണ് അടുത്തിടെ എനിക്ക് മനസ്സിലായത്. അപ്പോൾ എന്തായാലും നമ്മൾ ഇതിനെപ്പറ്റി ചെറിയൊരു ഷോർട്സ് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. തിരുവാതിര വ്രതം എടുക്കുന്നവരുടെ പ്രധാനപ്പെട്ട സ്ത്രീകളുടെ എനർജി എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു കൂവക്കിഴങ്ങ് പായസമൊക്കെ ആയിരുന്നു. അതുമാത്രമല്ല ഇത് പെട്ടെന്ന് തന്നെ ശരീരം ക്ഷീണിപ്പിക്കില്ല എന്നുള്ളതാണ് ഏറ്റവും അധികം പ്രധാനമായിട്ടുള്ളത്. ഒരു എനർജി ഗിവിങ് ഫുഡാന്ന് പറഞ്ഞിട്ട് നമുക്ക് ഈ ഒരു കൂവേനെ നമുക്ക് കണക്കാക്കാം കേട്ടോ. കൂവപ്പൊടി കൊണ്ട് നമുക്ക് പായസം മാത്രമല്ലാത്തോ പുഡിങ്ങും അതുപോലെ തന്നെ ഹൽവ, ചെറിയ കുഞ്ഞുങ്ങൾക്ക് കുറുക്ക് ഒക്കെ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് നമ്മുടെ ഈ ഒരു കൂവക്കിഴങ്ങ് വെച്ചിട്ട് ആ കൂവപ്പൊടി ഉണ്ടാക്കിയിട്ട് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. തിരുവാതിരയ്ക്ക് മാത്രമല്ല കേട്ടോ, ഇത് നമ്മുടെ വേനൽക്കാല അസുഖങ്ങളെ ചെറുക്കാനുള്ള വലിയൊരു കഴിവ്. അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്തെ ഒരു എനർജി ഡ്രിങ്ക് ആയിട്ട് മാത്രം നമ്മളിതിനെ, അല്ലെങ്കിൽ എനർജി ഫുഡായിട്ട് മാത്രം ഇതിനെ നമ്മൾ കാണരുത്. കാരണം ഇനി അങ്ങോട്ട് നമുക്ക് ഓരോ കൊല്ലം തോറും നമുക്ക് ചൂട് വളരെയധികം കൂടുതലാണ്. അപ്പം നമ്മുടെ ശരീരത്തെ തണുപ്പിക്കാനുള്ള വലിയൊരു കഴിവാണ് നമ്മുടെ ഈ ഒരു കൂവയ്ക്കുള്ളത്. എനർജി ഡ്രിങ്ക് ആയിട്ട് നമുക്ക് തന്നെ നല്ല രീതിയിൽ നമുക്ക് ചെറിയ കുട്ടികൾ മുതൽ വയസ്സായവർക്ക് വരെ കഴിക്കാൻ പറ്റുന്ന ഒന്നാണ് നമ്മുടെ ഈ ഒരു കൂവക്കിഴങ്ങ് കേട്ടോ. പ്രത്യേകിച്ചും വയറിളക്കം പോലെയുള്ള അസുഖങ്ങൾക്ക് ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന വലിയൊരു സംഭവം തന്നെയാണ് നമ്മുടെ ഈ ഒരു കൂവപ്പൊടി കേട്ടോ. ഇത് നമ്മൾ നല്ല ചൂടുവെള്ളത്തിൽ കലക്കിയിട്ട് അതിൻ്റെ തെളി നല്ല രീതിയിൽ കുടിക്കുക വെച്ചാൽ പെട്ടെന്ന് തന്നെ നമ്മുടെ വയറിളക്കും വയറുവേദന പോലെയുള്ള അസുഖങ്ങളൊക്കെ പെട്ടെന്ന് മാറും. പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് നമ്മുടെ മൂത്രപ്പഴുപ്പിനാണ് കേട്ടോ. നമ്മൾ ഈ യൂറിനറി ഇൻഫെക്ഷൻ എന്ന് പറയുമല്ലോ, അതിനാണ് ഏറ്റവും നല്ലത്. ഒരു നമുക്ക് മരുന്നില്ലാതെ തന്നെ നമുക്ക് ഒരു 2-3 ദിവസം നമുക്ക് ചെറു ചൂടുവെള്ളത്തിൽ നമുക്ക് ഒരു സ്പൂണ് പൊടിയിട്ടിട്ട് നമുക്ക് അതിൻ്റെ തെളി നന്നായിട്ട് കുടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമ്മുടെ ഈ ഒരു യൂറിൻ ഇൻഫെക്ഷന് വളരെയധികം മാറ്റം ഉണ്ടാവുന്നു കേട്ടോ. കൂവ എന്ന് പറയുന്നത് പലരും പല തരത്തിൽ പല പേരുകളും പറഞ്ഞു കേട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ പൊടിയാക്കുന്ന കൂവ കേട്ടോ. നമ്മൾ കുറേ വർഷങ്ങളായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് നമ്മുടെ കൂവപ്പൊടി. അപ്പോൾ അത് ചെയ്യുന്ന ഒരു വീഡിയോ ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു കൂവ വെച്ചിട്ടാണ് നമ്മൾ കൂവപ്പൊടി ഉണ്ടാക്കുന്നത്. അപ്പോൾ എല്ലാവരും കണ്ടല്ലോ അല്ലേ, പലർക്കും പല സംശയമാണ്. അപ്പോൾ ഈ ഒരു കൂവയ്ക്ക് വളരെയധികം പോഷക ഗുണങ്ങളുമുണ്ട്. കാരണം എന്താ വെച്ചാൽ നമ്മുടെ ഡയറ്റിലൊക്കെ തടി കുറയ്ക്കുന്ന ആൾക്കാർക്ക് ഡയറ്റിലൊക്കെ നല്ല രീതിയിൽ ഉൾപ്പെടുത്താൻ പറ്റാവുന്ന ഒന്നാണ് നമ്മുടെ ഈ ഒരു കൂവ എന്ന് പറയുന്നത്. അത് മാത്രമല്ല നമ്മുടെ ശരീരത്തെ പെട്ടെന്ന് ക്ഷീണിപ്പിക്കില്ല എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും വലിയ പ്രത്യേകത. ഫാറ്റ് കുറവും കൂടുതൽ എനർജിയുമാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഗർഭിണികൾക്ക് വരെ ഇത് നമുക്ക് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റും. അവർക്കുണ്ടാകുന്ന ആ സമയത്തെ മലബന്ധത്തിനും ഛർദിക്കും വരെ നമ്മുടെ ഈ ഒരു കൂവക്കിഴങ്ങ് എന്നാൽ പൊടിയാക്കിയിട്ട് നമുക്ക് കുറുക്കു രൂപത്തിലോ അല്ലെങ്കിൽ പായസ രൂപത്തിലോ ഒക്കെ നമുക്ക് കഴിക്കാവുന്നതാണ് കേട്ടോ. കാൽസ്യത്തിൻ്റെയും കാർബോഹൈഡ്രേറ്റ്, നിയാസിൻ, അതുപോലെ തന്നെ മഗ്നീഷ്യം, വിറ്റാമിൻ എ, സി ഇതൊക്കെ അടങ്ങിയിട്ടുള്ളതാണ് നമ്മുടെ ഈ ഒരു കൂവക്കിഴങ്ങ് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ ദഹനം നടക്കുന്നതിനാൽ ഈ കൂവക്കിഴങ്ങ് വളരെയധികം പ്രാധാന്യമുണ്ട്. ഇത് പൊടിയാക്കിയിട്ട് നമുക്ക് വർഷങ്ങളോളം സൂക്ഷിച്ചു വെക്കുകയും ചെയ്യാം.